ചെങ്കോട്ട ചാവേർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും RPFും റെയിൽവേ പോലീസും ചേർന്നായിരുന്നു പരിശോധന നടത്തിയത്. ഡൽഹി ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ഇടങ്ങളിലും പ്രത്യേകിച്ച് പൊതു ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും RPFും കേരള റെയിൽവേ പോലീസും ചേർന്നാണ് ഇങ്ങനെ ഒരു പരിശോധന ഇപ്പോൾ നടത്തുന്നത്. സാർ, ഇപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ പരിശോധന പുരോഗമനം? ഇപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ ഇവിടെ ആൽക്കോ മീറ്റർ വെച്ചിട്ടും അതുപോലെ നമ്മുടെ ഈ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളുകളെ പരിശോധിക്കുന്നുണ്ട്. മദ്യവെച്ച് യാത്ര ചെയ്യാൻ വരുന്നവരെ നിരുത്സാഹപ്പെടുത്തി അവർ മടക്കി അയക്കുന്നുണ്ട്. അവർ വലിയ നിയമപരമായ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ 10-30ഓളം കേസുകൾ ഇപ്പോൾ ഒരാഴ്ചയോട് കൂടിയിട്ട് നമ്മുടെ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ യാത്രക്കാർക്കും പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾക്കും സുരക്ഷിതത്വ ബോധം നൽകാൻ വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ പ്രത്യേക ഒരു സ്പെഷ്യൽ ഡ്രൈവാണ് ഓപ്പറേഷൻ രക്ഷിത എന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം നടന്ന ഡൽഹി സ്ഫോടനമായിട്ട് പശ്ചാത്തലത്താണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഈ BTTസിൻ്റെയും അതുപോലെ RPFിൻ്റെയും ഈ നമ്മുടെ ഗവൺമെൻറ് റെയിൽവേ പോലീസിൻ്റെയും സംയുക്ത പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തലശ്ശേരിയിലും നടന്നല്ലോ. എവിടെയൊക്കെ? തലശ്ശേരി, പയ്യന്നൂർ, കണ്ണൂർ. അതായത് കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ 2 മേജർ റെയിൽവേ സ്റ്റേഷനാണ്. ഒന്ന് പയ്യന്നൂരും ഒന്ന് തലശ്ശേരിയും ഈ പരിശോധന നടന്നിട്ടുണ്ട്. പയ്യന്നൂരും നേരത്തെ ഈ പരിശോധന നടന്നു. ഇപ്പോൾ കണ്ണൂരിലെ സംയുക്ത പരിശോധന, അതായത് RPFിൻ്റെ നമ്മുടെ നേതൃത്വത്തിലുള്ള BTTസിൻ്റെയും അതുപോലെ ഡോഗ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധന നടന്നു വരികയാണ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് പരിശോധന. ഇപ്പോൾ എല്ലാ ഇടങ്ങളിലും ട്രെയിനിന് പ്ലാറ്റ്ഫോമിന് സമീപത്ത്, ഒപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ മറ്റ് ഇടങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ജാഗ്രതാ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള പരിശോധന നടത്തുന്നത്. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.